ലാസ്റ്റ് യൂണിറ്റ് കൗണ്ട് ആൻഡ് അറേഞ്ച് കേട്ടോ. യൂണിറ്റ് 11 കൗണ്ട് ആൻഡ് റൈറ്റ്. അൻവിത് ആൻഡ് ഫ്രണ്ട്സ് അറേഞ്ച് സം ഒബ്ജക്ട്സ് ആസ് ഷോൺ ബിലോ. അൻവിത്തും ഫ്രണ്ട്സും കൂടിയും കുറച്ച് സാധനങ്ങൾ ചോട്ടിൽ കാണിച്ച പോലെ അറേഞ്ച് ചെയ്തു കേട്ടോ, തരം തിരിച്ചു. പെൻസിൽ കാണിച്ചിട്ടുണ്ട്, ഇറേസർ, റൂളർ, ഷാർപ്പനർ കേട്ടോ. റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഒബ്ജക്റ്റ് ഇൻ ദ ബോക്സസ് ബിലോ. എന്താണ് ഓരോ ഒബ്ജക്ട്സും എത്രണ്ണം വീതാന്നുള്ളത് ചോട്ടിലെ ബോക്സിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ഷാർപ്പനർ ആണ് അല്ലേ, 1 അല്ലേ ഉള്ളൂ, 1 എന്ന് എഴുതുക. നെക്സ്റ്റ് ഇറേസർ ആണ്, എത്ര എണ്ണമാണ്, 3 ആണ് അല്ലേ, കൗണ്ട് ചെയ്ത് എഴുതുക കേട്ടോ. അടുത്തത് റൂളർ ആണ്, 1 2 3 4 ഉണ്ട് അല്ലേ, ബോക്സിൽ എഴുതുക. അടുത്തത് പെൻസിലാണ്, എത്ര എണ്ണമാണ്, 5 ആണ്, ബോക്സിൽ എഴുതുക. റൈറ്റ് ദ ആൻസർ. Which object is the least in number than all the others? മറ്റുള്ള സാധനങ്ങളെയും കാട്ടിലും കുറവ് എണ്ണമുള്ള സാധനം ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതാണ്, ഷാർപ്പനർ അല്ലേ, ഷാർപ്പനർ എന്ന് എഴുതുക ബോക്സിൽ. വിച്ച് ഈസ് മോർ ഇൻ നമ്പർ ദാൻ ഓൾ ദ അതേഴ്സ്. ബാക്കി ഒബ്ജക്ട്സിനെയും കാട്ടിലും കൂടുതൽ എണ്ണമുള്ളത് ഏതാണ്, പെൻസിൽ അല്ലേ, പെൻസിൽ എന്ന് ബോക്സിൽ എഴുതുക. ഹൗ മെനി പെൻസിൽസ് ആർ മോർ ദാൻ ഷാർപ്പനേഴ്സ്. ഷാർപ്പനറിനെ കാട്ടിലും എത്ര കൂടുതൽ പെൻസിൽസ് ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര പെൻസിൽസ് ആണുള്ളത്, 5 അല്ലേ. ഷാർപ്പനർ എത്രയാ, 1 അല്ലേ. അപ്പോൾ എത്ര കൂടുതലാ പെൻസിൽസ് ഉള്ളത്, 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ, 5 - 1 4 അല്ലേ, 4 എന്ന് ബോക്സിൽ എഴുതുക. ഹൗ മെനി ഇറേസേഴ്സ് ആർ ലെസ് ദാൻ റൂളേഴ്സ്. എന്താണ്, റൂളേഴ്സിനെയും കാട്ടിലും എത്ര കുറവാണ് ഇറേസേഴ്സ് എന്നാണ് അല്ലെ, ലെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റൂളർ എത്രയാ, 4 അല്ലേ. ഇറേസറുകൾ എത്രയാ, 3 അല്ലേ. എത്രയാ കുറവ്, 4ൽ നിന്ന് 3 കുറയ്ക്കുക അല്ലേ, എത്രയാ, 1 കുറവാണ്. അപ്പൊ 1 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. A meeting in Anvid's school. They counted the vehicles parked outside. എന്താണ്, അൻവിത്തിന്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ആണ്. അവര് സ്കൂളിന്റെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളെല്ലാം കൗണ്ട് ചെയ്യാണ് കേട്ടോ, എണ്ണുകയാണ്. See the picture and write the number of each vehicle. പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓരോ വെഹിക്കിളിന്റെയും എണ്ണം ഇരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് 1 കാറാണ്, കാറ് കൗണ്ട് ചെയ്തിട്ട് എഴുതു, എത്ര എണ്ണ, 3 ആണ് അല്ലേ, 3 എന്ന് എഴുതു. ഓട്ടോറിക്ഷ എത്ര എണ്ണാണ്, 2 ആണ്, 2 എന്ന് എഴുതുക. ട്രൈസൈക്കിൾ ഓൺലി 1 ആണ് അല്ലേ, 1 എന്ന് എഴുതുക. ബൈസൈക്കിളോ, ബൈസൈക്കിളിന് എത്ര ഉണ്ട്, 6 അല്ലേ, 6 എന്ന് ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് സ്കൂട്ടർ ആണ്, സ്കൂട്ടർ എത്ര എണ്ണാണ്, 5 ആണ്, 5 എന്ന് എഴുതുക. നെക്സ്റ്റ് ബസ് എത്ര എണ്ണാണ്, 2 അല്ലേ, 2 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കൂ. വിച്ച് വെഹിക്കിൾ ഈസ് മോർ ഇൻ നമ്പർ. എണ്ണത്തിൽ കൂടുതലുള്ള വാഹനം ഏതാണെന്നാണ്. ബൈസിക്കിൾ അല്ലേ, ബൈസിക്കിൾ എന്ന് എഴുതുക. വിച്ച് ഈസ് ദ ലീസ്റ്റ്. കുറവ് എണ്ണമുള്ള വാഹനം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, ട്രൈസൈക്കിൾ ആണ് അല്ലേ, ട്രൈസൈക്കിൾ എന്ന് എഴുതുക. ഹൗ മെനി വെഹിക്കിൾസ് ആർ ദർ ഇൻ ഓൾ. മൊത്തം എത്ര വെഹിക്കിൾസ് ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. കാറ് 3 ആണ് അല്ലെ, ഓട്ടോറിക്ഷ 2, ട്രൈസൈക്കിൾ 1, ബൈസൈക്കിൾ 6, സ്കൂട്ടർ 5, ബസ് 2. അതെല്ലാം ഒന്ന് ആഡ് ചെയ്യണ്ടേ. 3 + 2 + 1 + 6 + 5 + 2. അപ്പൊ എത്രയാ വരിക, ഒന്ന് ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അഡീഷൻ ഒക്കെ നമുക്ക് അറിയണതല്ലേ. ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 19 എന്ന് ആൻസർ വരും. അപ്പൊ ഹൗ മെനി വെഹിക്കിൾസ് ആർ ദർ ഇൻ ഓൾ. മൊത്തത്തിൽ എത്ര വെഹിക്കിൾസ് ഉണ്ട്, 19 ആണ് കേട്ടോ. 19 എന്ന് ബോക്സിൽ എഴുതുക. Anvit and friends went to the pre-primary class. They counted the toys in the shelf. അൻവിത്തിന്റെ ഫ്രണ്ട്സും കൂടിയും പ്രീ പ്രൈമറി ക്ലാസ്സിലോട്ട് പോയിരിക്കുകയാണ്. ഷെൽഫിൽ കുറേ ടോയ്സ് ഉണ്ട്, അതവര് എണ്ണുകയാണ്. റൈറ്റ് ദ നമ്പർ ഓഫ് ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കാർ എത്ര എണ്ണാണെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. 5 എണ്ണം ഉണ്ട്. ദെൻ ബോളാണ് 3, ബാറ്റ് 4, ടെഡി ബിയർ 4, ഫ്ലവർ 6. നേരെ കൗണ്ട് ചെയ്യണം കേട്ടോ. എല്ലായിടത്തും നോക്കിയിട്ട് വേണം കൗണ്ട് ചെയ്തിട്ട് എഴുതാനായിട്ട്. പുട്ട് ടിക്ക് ഇഫ് കറക്റ്റ് ആൻഡ് ക്രോസ് മാർക്ക് ഇഫ് റോങ്. ശരിയായ ഉത്തരത്തിന് ടിക്ക് ഇടാനും തെറ്റായതിന് ക്രോസ് മാർക്ക് ഇടാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, there are more bats than balls. എന്താണ്, ബോൾസിനെയും കാട്ടിലും കൂടുതൽ ബാറ്റ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബാറ്റുകൾ ഉണ്ടോ, ബോൾ 3 ആണ്, ബാറ്റ് 4 ആണ്, ഉണ്ടല്ലോ. അപ്പൊ യെസ്, കറക്റ്റ് ആണ് അല്ലെ, ടിക്ക് മാർക്ക് ഇടുക. there are less flowers than bears. ടെഡി ബിയറിനെയും കാട്ടിലും എന്താണ്, കുറവ് ഫ്ലവേഴ്സ് ആണ് ഉള്ളത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫ്ലവേഴ്സ് 6 ആണ്, ടെഡി ബിയർ 4 ആണ്, അല്ലല്ലോ. അപ്പോൾ ക്രോസ് മാർക്ക് ഇടുക. നമ്പർ ഓഫ് ബിയേഴ്സ് ആൻഡ് കാർസ് ഈസ് ദ സെയിം. ടെഡി ബിയറും കാറിന്റെയും എണ്ണം സെയിം ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാർസും ടെഡി ബിയേഴ്സും ഒരേ എണ്ണാണോ, അല്ല. കാർ എന്ന് പറയുന്നത് എത്രയാ, 5 ആണ്, ടെഡി ബിയർ 4 ആണ്. അപ്പോൾ ക്രോസ് മാർക്ക് ഇടുക. ദർ ആർ നോ ടോയ്സ് ഓഫ് ദ സെയിം നമ്പർ.
അവിടെ എന്താണ് ഒരേ എണ്ണമുള്ള ടോയ്സുകൾ ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്കി നോക്കൂ, ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാ? ബാറ്റും ടെഡി ബിയറും ഒരേ എണ്ണം അല്ലേ? 4 ഉം 4 ഉം ആണ്. അപ്പോൾ അതൊരു തെറ്റല്ലേ? അപ്പോൾ ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. നെക്സ്റ്റ് സ്റ്റേജ്. കളർ ദ ഷേപ്സ് ഇൻ ദ പിക്ചർ, സെയിം കളർ ടു സെയിം ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് പിക്ചറിൽ കുറേ ഷേപ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യുക? ഒരേ ഷേപ്പിന് ഒരേ നിറം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കൗണ്ട് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ട്രയാങ്കിൾ കൗണ്ട് ചെയ്തിട്ട് എഴുതണം കേട്ടോ. എത്ര എണ്ണം ഉണ്ടെന്ന്? ട്രയാങ്കിൾ 5 ഉണ്ട്. കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ഷേപ്പ്, ഇത് പെൻറ്റഗൺ ആണ് കേട്ടോ. 5 സൈഡ്സ് ഉള്ളതിനെ പെൻറ്റഗൺ എന്ന് പറയും. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യൂ. 4 ആണ്. നെക്സ്റ്റ് സർക്കിൾ ആണ്. സർക്കിൾ 6 ഉണ്ട്. അടുത്തത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ 3 ആണ് കേട്ടോ. സീ ദ ഫ്ലവേഴ്സ്. See the picture drawn around the window of Amrit's classroom. Fill in the table below. അമൃതിന്റെ ക്ലാസ് റൂമിലെ ജനാലയ്ക്ക് ചുറ്റും വരച്ച ചിത്രം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ചോട്ടിലെ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ നമ്പർ, അപ്പോൾ ഓരോ ഫ്ലവേഴ്സും എത്ര എണ്ണം വീതാന്ന് എഴുതുകയാണ്. റെഡ് ഫ്ലവർ എത്ര എണ്ണാണെന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതണം. ബ്ലൂ കളർ ഫ്ലവർ എത്ര എണ്ണാണെന്ന് കൗണ്ട് ചെയ്യണം. യെല്ലോ കളർ, വയലറ്റ് കളർ കൗണ്ട് ചെയ്യല്ലേ. ഇത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക കേട്ടോ. കൗണ്ട് ചെയ്ത ഫ്ലവറിന് അതല്ലെങ്കിൽ ചെറിയൊരു ടിക്ക് ഇടുക, അല്ലെങ്കിൽ ചെറിയൊരു വെട്ടിട്ടേക്കുക കേട്ടോ. അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് കൗണ്ട് ചെയ്തു എന്നുള്ളത്. അപ്പം നമുക്ക് റെഡ് കളർ ഫ്ലവേഴ്സ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. 8 ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. കൗണ്ട് ചെയ്ത് നോക്കണേ. പിന്നെ അടുത്തത് ബ്ലൂ ആണ്. അടുത്തത് ബ്ലൂ കളർ ഫ്ലവർ ആണ്. ടോട്ടൽ 8 തന്നെയാണ്. യെല്ലോ ഫ്ലവർ 6 ഉണ്ട്. വയലറ്റ് 5. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് വിത്ത് 5 പെറ്റൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5 ഇതളുകളുള്ള പൂക്കളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബ്ലൂ കളർ ഫ്ലവറിന് മാത്രമാണ് 5 പെറ്റൽസ് ഉള്ളത്. അത് എത്ര നമ്പർ ആണ്? 8 അല്ലേ? 8 എന്ന് എഴുതുക. ദെൻ ഫ്ലവേഴ്സ് ഓഫ് വിച്ച് കളർ ആർ മോർ ഇൻ നമ്പർ. ഏത് കളർ ഫ്ലവർ ആണ് കൂടുതൽ എണ്ണമുള്ളത് എന്നാണ്. 2 കളർ ഫ്ലവേഴ്സ് ഒരേ എണ്ണമാണ് അല്ലേ? ഏതൊക്കെയാ? റെഡ് കളറും ബ്ലൂ കളറും. അപ്പൊ റെഡ് കളറിനും ബ്ലൂ കളർ ഫ്ലവേഴ്സിന് എഴുതുക കേട്ടോ. അടുത്തത് റൈറ്റ് ദ കളേഴ്സ് ഓഫ് ദ ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം നമ്പർ. ഒരേ എണ്ണമുള്ള ഫ്ലവേഴ്സിന്റെ കളർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെയാണ്? റെഡും ബ്ലൂവും. 8ഉം 8ഉം അല്ലേ? 8 ഫ്ലവേഴ്സ് വീതമുണ്ട് അല്ലേ? ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ഓൾ. ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ആണെന്നാണ്. റെഡ് കളർ ഫ്ലവർ 8, ബ്ലൂ 8, യെല്ലോ 6, വയലറ്റ് 5. എന്ത് ചെയ്യണം? 8 + 8 + 6 + 5. ഇതെല്ലാം ടോട്ടൽ ചെയ്യണ്ടേ? നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. എന്ത് ചെയ്യുക? ഫസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് 8ഉം 8ഉം ആഡ് ചെയ്യുക. റെഡ് കളർ ഫ്ലവർ 8 ആണ്, ബ്ലൂ കളർ ഫ്ലവർ 8 ആണ്. 8ഉം 8ഉം എത്രയാ? 16 കിട്ടും. 16ന്റെ കൂടെ എന്ത് ചെയ്യുക? യെല്ലോ ഫ്ലവർ എത്രയാ? 6 ആഡ് ചെയ്യുക കേട്ടോ. 16ന്റെ കൂടെ 6 ആഡ് ചെയ്താൽ എത്ര വരും? 22 വരും. 22ന്റെ കൂടെ 5 ആഡ് ചെയ്യുക, 27 വരും കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.